നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് നാം വായിച്ചു കേട്ട വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 40-ാമത്തെ വാക്യം വീണ്ടും വായിക്കുന്നു. അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കൺവെൻഷൻ്റെ ഈ 2ാമത്തെ രാത്രിക്കായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി നിൻ്റെ ദാസനിലൂടെ നീ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ രാത്രി ആവശ്യഭാരത്തോടെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ എടുത്തു വന്നിരിക്കുന്നു. നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലെ വിചാരങ്ങളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. അച്ഛാ, നമ്മുടെ കൂട്ടായ്മയ്ക്ക് എന്താ ഒരു ശക്തിയില്ലാത്ത? നമ്മുടെ ആരാധനയ്ക്ക് എന്താ ഒരു ജീവനില്ലാത്ത? ഞാൻ ഇത്രയും കർത്താവിനോടുകൂടെ നടന്നിട്ടും എനിക്ക് എന്താ ഒരു ശക്തിയില്ലാത്ത? ഇന്ന് സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നമുക്ക് ശക്തി ഇല്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അതുകൊണ്ട് ശക്തി എവിടെ കിട്ടും എന്നന്വേഷിച്ചുകൊണ്ട് പരക്കം പായുന്നതായ ഒരു ശൈലിയും നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ട്. ഇവിടെ ഇതാ കർത്താവിൻ്റെ കൂടെ സദാ സഞ്ചരിച്ചിരുന്ന ശിഷ്യന്മാർ ശക്തിയില്ലാത്തവരായി, നിസ്സഹായരായി, ലജ്ജാഭാരത്തോടെ തല താഴ്ത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. മറുരൂപമലയിൽ നിന്നും താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന കർത്താവിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്ന് പറയുന്ന പരാതിയാണ് നാം വായിച്ചു കേട്ടത്. അവനെ സൗഖ്യമാക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. ഈ മനുഷ്യൻ്റെ മകന് ചുഴലി രോഗമാണ്. അതിൻ്റെ സൗഖ്യം തേടിയാണ് അവൻ ഇവിടെ വന്നപ്പോൾ കർത്താവ് ഇവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, സദാസമയവും കർത്താവിനെ അനുധാവനം ചെയ്യുന്ന ഈ ശിഷ്യന്മാർക്ക് ശക്തി ഉണ്ടായിരിക്കും, അവർക്ക് തൻ്റെ മകനെ സൗഖ്യമാക്കുവാൻ കഴിയും. എന്തിന് ഈ കൊച്ചു കാര്യത്തിന് കർത്താവിനെ ബുദ്ധിമുട്ടിക്കണം എന്ന ചിന്തയോടുകൂടി ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാരും വിചാരിച്ചു, ഇത് നല്ല സമയമാണല്ലോ, ഞങ്ങൾക്കൊന്ന് ഷൈൻ ചെയ്യുവാൻ, ഞങ്ങളുടെ ശക്തിയൊക്കെ ഒന്ന് കാണിക്കുവാൻ പറ്റിയ സമയമാണല്ലോ എന്ന് വിചാരിച്ച് അവർ പല പണികളും നോക്കി. അവർ പഠിച്ച പണി 18 നോക്കി. പക്ഷെങ്കിൽ ഈ കുട്ടിയെ സൗഖ്യമാക്കാനായിട്ട് കഴിഞ്ഞില്ല. എപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നടക്കുന്ന, ഇടവകയുടെയും സെൻറ്ററിൻ്റെയും ഭദ്രാസനത്തിൻ്റെയും പ്രവർത്തനങ്ങളിലൊക്കെ ബന്ധപ്പെട്ടോടി നടക്കുന്ന എനിക്കും നിങ്ങൾക്കും ശക്തിയുണ്ട് എന്നാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് ശക്തിയുണ്ടോ? ഒരു ആത്മശോധന നടത്തുവാനായിട്ട് ഈ അവസരം നാം ഉപയോഗിക്കണം. ഈ ശിഷ്യന്മാർക്ക് എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ സൗഖ്യമാക്കാൻ കഴിയാതെ പോയത്? അവർക്ക് ശക്തിയില്ലാത്തത് എന്തുകൊണ്ടാണ്? അത് നാം ചിന്തിക്കുമ്പോൾ ഈ ശിഷ്യന്മാരെ കുറെ കുറ്റം പറഞ്ഞ് അതിലൊരാത്മസംതൃപ്തി കിട്ടി മടങ്ങിപ്പോകാനായിട്ടല്ല. പിന്നെയോ എൻ്റെ ജീവിതത്തിൽ എന്തു പാളിച്ചകളാണുള്ളത്, എൻ്റെ ശക്തിയില്ലായ്മയുടെ കാരണം എന്താണ്? ഇത് ഞാനും നിങ്ങളും ഒന്ന് വിശകലനം ചെയ്യുന്ന, പരിശോധിക്കുന്നതായിട്ടുള്ള സമയമായിട്ട് ഇത് തീരണം എന്നുള്ളതത്രേ ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നത്. ഈ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ശിഷ്യന്മാർക്കാകപ്പാടെ നാണക്കേടായി. അവരതുകൊണ്ട് രാത്രിയിൽ രഹസ്യമായി കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ട് എന്ന്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കിക്കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. അല്പവിശ്വാസം, ആഴത്തിലുള്ള വിശ്വാസം അവർക്കില്ലായിരുന്നു. പണ്ട് കർത്താവ് പത്രോസിനോട് ഇത് തന്നെ പറഞ്ഞു. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ ഇറങ്ങി തിരിച്ചതായ പത്രോസ് അല്പം കഴിഞ്ഞപ്പോൾ താഴാൻ തുടങ്ങി.
അവന് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇറങ്ങിയത്. അവൻ വെള്ളത്തിലേക്ക് താഴുമ്പോൾ വലംകരം നീട്ടിക്കൊടുത്തുകൊണ്ട് കർത്താവ് ചോദിക്കുന്നു, അല്പവിശ്വാസിയെ, നീ സംശയിച്ചത് എന്തിന്? അല്പവിശ്വാസം. വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താ? മാർത്തോമാക്കാരോട് ചോദിച്ചാൽ റെഡിമെയ്ഡ് ആൻസർ നമുക്കുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ലെങ്കിലും ഡെഫിനിഷൻ പറയാൻ നമുക്കറിയാം. വേദപുസ്തക ചരിത്രം നാം പഠിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരാളുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അന്യജാതിക്കാരനായ ഒരു ശതാധിപനോടാണിത് പറയുന്നത്. തൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യം തേടി യേശുവിൻ്റെ അടുത്ത് വന്നതായ മനുഷ്യൻ, അവൻ പറയുന്നു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ആ വാക്കുകൾ മാത്രമായിരുന്നില്ല വിശ്വാസത്തിൻ്റെ അളവുകോൽ. ആ മനുഷ്യൻ തന്നെ വിശ്വാസത്തിൻ്റെ ആൾരൂപമായിരുന്നു. അവൻ വന്നിരിക്കുന്നത് തൻ്റെ ബാല്യക്കാരന് വേണ്ടിയാണ്. ബാല്യക്കാരൻ്റെ വേദന അവൻ്റെ വേദനയായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ യേശുവിൻ്റെ അടുത്ത് വന്നത്. ആ ശതാധിപനായ മനുഷ്യന് യേശുവിൻ്റെ അടുത്ത് ബാല്യക്കാരന് വേണ്ടി വരേണ്ട ആവശ്യമില്ല. ഒരു ആഗ്രഹൃദയം അവനുണ്ടായിരുന്നു. എന്നാൽ ഈ ശിഷ്യന്മാരെ സൗഖ്യമാക്കാൻ ശ്രമിച്ചത് അവരുടെ ശക്തി ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ, ഒന്ന് ഷൈൻ ചെയ്യാൻ, ഞങ്ങൾ ശക്തിമാന്മാരാണെന്ന് തെളിയിക്കാനാണ്. പക്ഷെ ഈ ശതാധിപൻ വന്നത് അങ്ങനെ ആയിരുന്നില്ല. ഹൃദയത്തിൻ്റെ നൊമ്പരവുമായിട്ട് വരികയാണ്. അതുപോലെ തന്നെ അവൻ്റെ വിനയം, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നതായ മനോഭാവം, ഇതൊക്കെയാണ് വിശ്വാസത്തിൻ്റെ ശൈലി. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. പഴയ നിയമ ചരിത്രത്തിലും ഇതുപോലെ എത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. യെരിഹോ കോട്ട പിടിച്ചടക്കുവാനായിട്ട് പോയ യോശുവയുടെ നേതൃത്വത്തിൽ കാഹളമൂതിക്കൊണ്ട് കോട്ടയ്ക്ക് ചുറ്റും നടക്കുകയാണ്. 7ാമത്തെ പ്രാവശ്യം കാഹളമൂതുമ്പോൾ യോശുവ പറയുന്നൊരു വാചകമുണ്ട്. 7ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. 6 പ്രാവശ്യം ഊതിയതല്ലയോ? 7ാമതൊന്ന് ഊതി നോക്കാം, വീഴുമോ എന്നറിയാം. അതല്ല, യഹോവ പട്ടണം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ വലിയ വിശ്വാസത്തിൻ്റെ മുമ്പിലാണ് യെരിഹോ കോട്ട തകർന്നു വീണത് എന്ന് നമുക്കറിയാം. പ്രിയരെ, ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് അപ്പോസ്തലൻ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. പക്ഷെ അവൻ വിജയശ്രീലായി തീർന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതിന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അവസാനം വരെയും സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. അവരുടെ അല്പവിശ്വാസം. ഇനിയുമുള്ളതെല്ലാം ഞാൻ ഈ വേദഭാഗത്തു നിന്നും മാത്രം പറയാനായിട്ട് ശ്രമിക്കുകയാണ്. 44-45 വാക്യങ്ങൾ. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു. അതായത് അവർ ദൈവത്തിൻ്റെ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അത് തിരിച്ചറിയാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ദൈവഹിതം മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ പദവി. ഈ ശിഷ്യന്മാർക്ക് പലപ്പോഴും അത് കഴിഞ്ഞില്ല. മറുരൂപമലയിൽ വെച്ച് തന്നെ അവർ പറയുന്നത് എന്താ, ഇവിടെ 3 കുടിലുണ്ടാക്കാം, നമുക്കതിൽ പാർക്കാം, അത് മതി, ഇവിടുത്തെ സുഖം മതി. എന്നാൽ കർത്താവ് മറുരൂപമലയുടെ മകളിൽ ഇരിക്കേണ്ടുന്നവനല്ല. താഴ്വരയിലേക്ക് ഇറങ്ങി വരണം. അവിടെ ചുഴി രോഗമുള്ളവരുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, അവരെയൊക്കെ സൗഖ്യപ്പെടുത്തി കാൽവറി ക്രൂശിലേക്ക് നടന്നു നീങ്ങണം. അതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. പക്ഷേ അത് മനസ്സിലാക്കുന്നതിൽ ശിഷ്യന്മാരെ പരാജയപ്പെട്ടു. യേശു ക്രൂശിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് അംഗീകരിക്കാൻ അവർക്ക് തയ്യാറായിരുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ തൻ്റെ ശിഷ്യന്മാരോട് പറയുക. ആ സമയത്ത്
ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ കാരണവരായ പത്രോസ് പെരുമാറിയ ചരിത്രം നമുക്കറിയാം. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ പയ്യനാ, നിനക്കറിയത്തില്ല, എനിക്കറിയാം ഈ ലോകത്തിൽ എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞു തരാം, ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നീ പ്രവർത്തിച്ചാൽ മതി. അതായിരുന്നു പത്രോസിൻ്റെ കാഴ്ചപ്പാട്. യോനയെക്കുറിച്ച് പഠിക്കുമ്പോൾ യോന ഒരിക്കൽ ദൈവത്തോടങ്ങ് ദേഷ്യപ്പെടുക, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. എന്തേ ആ നിലയിലൊക്കെ അവൻ എത്തിയത്? ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുന്നതിൽ പ്രവാചകനായ യോന പരാജയപ്പെട്ടു. ദൈവത്തിൻ്റെ പ്ലാൻ എന്തെന്ന് ചോദിച്ചാൽ നിനവയിലുള്ളതായ ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ പാടില്ലാത്ത ജനം രക്ഷിക്കപ്പെടണം. ഇതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. അത് മനസ്സിലാക്കാതെ അവർ നശിക്കാത്തതിൽ സങ്കടപ്പെടുന്ന യോനയെ കാണുകയാണ്. യോന ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യോനയെ നീ കോപിക്കുന്നത് വിഹിതമോ? അപ്പോൾ യോന പറയുന്നെന്താ? മരണപര്യന്തം ഞാൻ കോപിക്കും. അതായത് ചാകുവോളം എൻ്റെ ഈ സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും വരത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ കോപിക്കുന്നവരായിട്ട് നമ്മൾ തീരുകയാണ്. ഇതുപോലെ ഒരു മനുഷ്യനാണ് ഏലിയാവ് പ്രവാചകൻ. ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായ ഏലിയാവ് ഒരിക്കൽ ചൂരച്ചെടിയുടെ ചവിട്ടിച്ചെന്ന് കിടന്നുകൊണ്ട് എൻ്റെ പ്രാണനും എടുത്തോണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. പ്രാർത്ഥനാ വീരനായ ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. എന്തേ കാരണം? ദൈവത്തിന് ചില പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു. അതും മനസ്സിലാക്കുന്നതിൽ ഏലിയാവ് പരാജയപ്പെട്ടു. ഏലിയാവ് ശക്തമായി മുമ്പോട്ട് നിന്ന് പോരാടണം. അതിനുശേഷം അവൻ 2 രാജാക്കന്മാരെ വാഴിക്കണം, തൻ്റെ പിൻഗാമിയെ വാഴിക്കണം. അവസാനം ശത്രുഗണങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അഗ്നിരഥങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണം. ഇതായിരുന്നു ഏലിയാവിനെ കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ കണ്ട് മരിക്കുവാൻ ആഗ്രഹിച്ചതായ ഏലിയാവിനെയാണ് നാം കാണുന്നത്. പ്രിയരെ, ദൈവഹിതം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ദൈവത്തെ കൊണ്ട് നമ്മുടെ ഇഷ്ടം ചെയ്യിക്കുകയല്ല, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ കഴിയുന്ന ജനമായി ഞാനും നിങ്ങളും തീരണം. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ പല ഡിമാൻഡുകൾ വെച്ച് ദൈവത്തെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ശാന്തമായിരുന്നു കൊണ്ട്, ദൈവമേ, എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ സഭയെക്കുറിച്ച് നിൻ്റെ ഹിതം എന്തെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ കഴിയണം. ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് കഴിയണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ആവശ്യമൊക്കെ അവൻ പറഞ്ഞു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ആ വലിയൊരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിയണം. ദൈവമേ, നിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന് നന്മയും തിന്മയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. നമ്മളിന്ന് ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവരെക്കുറിച്ച് പറഞ്ഞത് ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു. ദൈവഹിതം തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ജനതയായി ഞാനും നിങ്ങളും തീരണം. ഈ നാളുകളിൽ കർത്താവിനോട് ചോദിക്കണം. സംഭവബഹുലമായ പ്രതിസന്ധികൾ വളരെയുള്ള ഒരു ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, ദൈവമേ, ഞങ്ങളുടെ സഭയെ എന്തിനാണ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്? എന്നെ എന്തിനാണ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്? എന്നെക്കുറിച്ചുള്ള നിൻ്റെ ഹിതമെന്താ? നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ മുകളിൽ കെട്ടിവെക്കുവാനായിട്ടല്ല, ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ദൈവഹിതം തിരിച്ചറിയാൻ കഴിയാതെ യോനയെപ്പോലെ, ഏലിയാവിനെ പോലെ മറുതലിക്കുന്നവരായി തീരാൻ ഇടയാവരുത്.
ദൈവത്തിൻ്റെ ഹൃദയം വായിച്ചെടുത്തു മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവജനമായി ഞാനും നിങ്ങളും തീരണം എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ്. മൂന്നാമതായിട്ട് 46 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവരിൽ വെച്ച് ആർ വലിയവൻ എന്നൊരു വാദം അവരുടെ ഇടയിൽ നടന്നു. സ്വയം ഉയരുവാനുള്ളതായ ഒരു മോഹം, അതായത് ഉന്നതനാകുവാനുള്ള മോഹം ഇന്നും മനുഷ്യനെ ഗ്രസിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെക്കാൾ വലിയവരാകുവാൻ എല്ലാവരും ശ്രമിക്കുകയാണ്. അതിന് ഏതു വളഞ്ഞ വഴിയും കുറുക്കു വഴിയും സ്വീകരിക്കുവാൻ മനുഷ്യന് ഒരു മടിയുമില്ല. അതായത് ഉന്നതനാകുവാനുള്ള മോഹം ഇന്നും മനുഷ്യനെ ഗ്രസിച്ചിരിക്കുകയാണ്. ഉന്നതനാകുന്നതിന് ആരും എതിരല്ല, പക്ഷെ മറ്റുള്ളവനെ നശിപ്പിച്ചു കൊണ്ട് പോകരുത്. ടു ബിക്കം ഗ്രേറ്റ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവൻ്റെ തോളിൽ കയറി നിന്നുകൊണ്ട് വലിയവനാകാനായിട്ട് ശ്രമിക്കരുത്. ഇന്ന് നമ്മുടെ സമൂഹത്തിന് പറ്റിയിരിക്കുന്നത് ആരാ വലിയവൻ? ഈ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ദൈവത്തോട് തന്നെ മറുതലിച്ചുകൊണ്ട് ഉന്നതനാകാൻ മനുഷ്യൻ ശ്രമിച്ചു. ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ അവരോട് പറയുന്നു, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദൈവത്തെ പോലെ ആകുക നല്ലൊരു ആഗ്രഹമാണ്, പക്ഷേ ദൈവകൽപ്പനയെ അവഗണിച്ചു. തൽഫലമായി ആഴങ്ങളിലേക്ക് താഴ്ത്തപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്തു എന്നത്രേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശിഷ്യന്മാരുടെ ഇടയിൽ എന്നും ഈ തർക്കം നിലവിലിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 9 അധ്യായത്തിൽ 33 മുതലുള്ള വാക്യങ്ങൾ, അവൻ കഫർന്നഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്നവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആരെന്ന് വഴിയിൽ വെച്ച് വാദിച്ചതുകൊണ്ട് മിണ്ടാതെയിരുന്നു. അവൻ ഇരുന്ന് പന്തിരുവരെയും വിളിച്ചു, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണം എന്ന് പറഞ്ഞു. ഒരു ദിവസം കർത്താവ് ഇതുപോലെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോവുകയാണ്. ഈ ശിഷ്യന്മാർ പുറകെ വരികയാണ്. യേശുവിൻ്റെ സുന്ദരമായ പ്രസംഗങ്ങൾ, നല്ല ആശയങ്ങൾ കേട്ടിട്ടാണ് അവർ വരുന്നത്. പക്ഷേ അവരുടെ ഇടയിലെ തർക്ക വിഷയം എന്താ? ആരാ വലിയവൻ, ആരാ വലിയവൻ? ഇങ്ങനെ തർക്കിച്ചു കൊണ്ടുവരിക. കർത്താവ് ഇത് കേട്ടു. അവിടെ ചെന്നപ്പം കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ വഴിയിൽ വെച്ച് വാദിച്ചു കൊണ്ടുവന്നത് എന്ത്? നല്ല പ്രസംഗം കേൾക്കും, ആരാധനയിൽ സംബന്ധിക്കും, പക്ഷേ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ചോദ്യം, നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യം, ആരാ വലിയവൻ? ഇതാ ശിഷ്യന്മാരുടെ ഇടയിൽ എന്നും ഇതുണ്ടായിരുന്നു. അടുത്ത അധ്യായത്തിലേക്ക്, മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവിടെ യാക്കോബും യോഹന്നാനും കൂടെ അവരുടെ അമ്മയെ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നിരിക്കുക. നീ രാജാവാകുമ്പോൾ ഞങ്ങൾ ഒരുത്തൻ ഇടത്തും ഒരുത്തൻ വലത്തും ഇരിക്കാനുള്ള വരം നൽകണം എന്നാണ് അവരുടെ ആവശ്യം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ശേഷം 10 പേരും യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. ആ ചെറിയ ഗ്രൂപ്പ്, അതിനിടയിൽ എന്തുണ്ടായി? നീരസം. നീരസം. നമ്മുടെ ഇടയിൽ നീരസമുണ്ടോ? നമ്മുടെ ഇടവകയിൽ നീരസമുണ്ടോ? ഇവിടെ യാക്കോബും യോഹന്നാനും ഇടത്തും വലത്തും ഇരിക്കാനുള്ള സാഹചര്യം ചോദിക്കുക. യഥാർത്ഥത്തിൽ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് വലതൊന്നാം സ്ഥാനത്തിരിക്കുന്നത് പത്രോസാണ്. ആ പത്രോസിനെ തട്ടണം, തട്ടെങ്കിലേ ആ സ്ഥാനം കിട്ടത്തുള്ളൂ. അതാണ് പ്രശ്നം. മറ്റുള്ളവനെ തെറിപ്പിച്ചിട്ട് സ്ഥാനം പിടിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരനുഭവം. അതായത് അവരുടെ ഇടയിൽ നീരസം ഉണ്ടായി എന്നത്രേ. നമ്മുടെ ഇടയിലെ ഈ നീരസവും സൗന്ദര്യപ്പിണക്കവും ആരാ വലിയവനെന്നുള്ളതായ വാദവുമൊക്കെയാണ് ഒരു കൂട്ടമായി, ഒരാരാധന സമൂഹമായി മുമ്പോട്ട് പോകുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. കർത്താവ് പറയുന്നത്, മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ശുശ്രൂഷകനാകണം, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ദാസനാവണം. എന്നാൽ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരിക്കലും ഈ മനോഭാവം വന്നില്ല. ആ ശുശ്രൂഷ മനോഭാവം അവർക്ക് കിട്ടിയില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അവസാനം വരെയും ഈ തർക്കം അവരുടെ ഇടയിലുണ്ടായിരുന്നു. അതായത് കാല് കഴുകുന്ന രംഗം. എല്ലാവരും ഇരുന്നു. അപ്പോൾ ഓരോരുത്തരും വിചാരിച്ചു, പത്രോസ് വിചാരിച്ചു, എൻ്റെയിലാണ് താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാനാണ് ഇവിടുത്തെ പ്രധാനയാളി. യൂദാ വിചാരിച്ചു, ഞാൻ ട്രസ്റ്റിയാണ്. യോഹന്നാനാണെങ്കിൽ തന്നെത്താൻ പറയും, യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ, പുള്ളിയുടെ സ്വന്തമായിട്ടുള്ള അവകാശവാദമാണ്. അപ്പോൾ ഓരോരുത്തരും തർക്കിച്ചിരിക്കുക. എന്നാൽ കർത്താവ് എഴുന്നേറ്റ് അവരുടെ പാദങ്ങളെ കഴുകി ഈ ശുശ്രൂഷയുടെ മനോഭാവം അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു മനോഭാവം ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. ഇതില്ലാതെ കണ്ട് എതിവിടെ പോയാലും ശക്തി നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ ഇടയിൽ നീരസം നിലനിൽക്കുന്നിടത്തോളം കാലം ഒന്നിച്ചു പോകാനായിട്ട് കഴിയാത്തതായിട്ടുള്ള, മറ്റുള്ളവരെ ശുശ്രൂഷിച്ചതിലൂടെ, തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകിയതിലൂടെ, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്യതയോടാണ് യേശു ക്രിസ്തു മഹത്വത്തിൻ്റെ മാർഗം നമുക്ക് കാണിച്ചു തന്നത്. ആ മാർഗം സ്വീകരിപ്പാനായിട്ട് നമുക്ക് കഴിയണം. യേശു കർത്താവിൻ്റെ സ്വഭാവം അതായിരുന്നു. ഒന്ന് താഴാനായിട്ടുള്ള മനസ്സ് നമുക്കില്ല. അതാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം. കുടുംബത്തിലെ പ്രശ്നം, ഇടവകയിലെ പ്രശ്നം, ഇതിൻ്റെയൊക്കെ കാരണം എന്താ? ഒന്ന് താഴാനായിട്ട് മനസ്സില്ല. ഒരു വീട്ടിൽ 2 ഇരട്ട ആമ്പിള്ളാരുണ്ടായിരുന്നു. ഇവന്മാർ തമ്മിൽ എപ്പോഴും അടിയാണ്. ഏത് കളിപ്പാട്ടം വാങ്ങിച്ചാലും അവർക്കൊന്നിച്ച് കളിക്കണം, അതിനുവേണ്ടി അടിയുണ്ടാക്കും. അപ്പോൾ ഈ അപ്പൻ ഇതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ച് വളരെ വിഷമിച്ചു. അവസാനം അദ്ദേഹം ഒരു മരുന്ന് കണ്ടുപിടിച്ചു. സീസോ എന്ന് പറയുന്നതായ കളി ഉപകരണം നമുക്കറിയാം. നടുക്കുറപ്പിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും 2 പേർക്കിരുന്ന് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കളിക്കുന്നത് നമ്മുടെ സ്കൂളുകളിലും പാർക്കുകളിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇയാൾ ഇത്രയൊരെണ്ണം വീടിൻ്റെ മുറ്റത്തങ്ങ് സ്ഥാപിച്ചു. ഒരുത്തനെ അപ്പുറത്ത് വിരുത്തി, ഒരുത്തനെ ഇപ്പുറത്ത് വിരുത്തി. 2 പേര് സന്തോഷത്തോടെ കളിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പം പിന്നെയും അടി തുടങ്ങി. അപ്പോൾ അപ്പൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? അപ്പോൾ ഒരുത്തൻ പറഞ്ഞ, എനിക്കെപ്പോഴും മേളിലിരിക്കണം. ആ കൊച്ചുകുട്ടിയെ പോലെയാണ് നമ്മൾ. ഒരു പ്രാവശ്യം നീ താണാലേ അടുത്ത പ്രാവശ്യം ഉയരൂ. താഴാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഉയരാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സുന്ദരമായ വാക്യം നമുക്കറിയാം. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. തന്നെത്താൻ താഴ്ത്തി ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി. അതിൻ്റെ ഉത്തരമെന്താ? അതിൻ്റെ പ്രയോജനമെന്താ? തുടർന്ന് പറയുക, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ക്രൂശിലെ മരണത്തോളം താഴ്ത്തിയ കർത്താവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഇതാണു ദൈവത്തിൻ്റെ ശൈലി, ഇതാണു ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ നിന്നും നീരസം നിലനിൽക്കുകയല്ലേ? പരസ്പരം അംഗീകരിക്കുവാനോ, ഞാനാണ് വലിയവൻ, മറ്റുള്ളവൻ്റെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ട് വലിയവനാകാൻ ശ്രമിക്കുന്നതായ മനോഭാവം എപ്പോഴും ഇതാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ആരാണ് വലിയവൻ? ആ വലിയ ചോദ്യത്തിൽ നിന്നുമാണ് ഒത്തിരി ആർഭാടങ്ങളും പരിപാടികളും ഒക്കെ നമ്മൾ നടത്തുന്നത്. നമ്മുടെ ഓരോ പരിപാടികളിലും ഒത്തിരി ആർഭാടപൂർവ്വമാകുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്തെന്ന് ചോദിച്ചാൽ, അവൻ്റെനേക്കാൾ വലുതായിരിക്കണം എൻ്റേത്, അവനേക്കാൾ എനിക്ക് ഉയർന്നു നിൽക്കണം. ആ വലിയൊരു ചിന്ത നമ്മുടെ ശക്തിക്ഷയത്തിൻ്റെ കാരണമാണ്. ഇത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തുടർന്ന് 4ാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത് 49ാമത്തെ വാക്യം. നാഥ, ഒരുത്തൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട്, വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. സഹവിശ്വാസിയെ അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മ. ചുഴലി രോഗം ബാധിച്ചതായ ഈ കുട്ടിയെ സൗഖ്യമാക്കാനായിട്ട് അവർ ശ്രമിച്ചതാണ്. അവർക്ക് കഴിഞ്ഞില്ല. അവർക്കില്ലാത്തതായ കഴിവ് വേറെ ചിലവരിൽ കണ്ടപ്പോൾ അവരെന്ത് ചെയ്യുക? അസൂയപ്പെടുകയാണ്. നമുക്കില്ലാത്ത കഴിവുകളും താലന്തുകളും മറ്റുള്ളവരിൽ കാണുമ്പോൾ നാം അവരെ വിരോധിക്കരുത്. എന്നാൽ മറ്റുള്ളവരെ അംഗീകരിക്കുവാനുള്ള മനസ്സില്ലായ്മ,
ആദ്യം മുതൽ തന്നെ നമ്മിലുണ്ട്. ഏദൻ തോട്ടത്തിൽ തന്നെ കായീൻ ഹാബേൽ അനുഭവം നാം പഠിക്കുക. ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കായീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ കായീൻ്റെ പ്രതികരണം എന്താ? യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. അവന് കോപിക്കുകയാ, അവൻ്റെ മുഖം വാടുകയാ. ഇന്ന് നമ്മുടെ പലരുടെയും മുഖം വാടിയിരിക്കുക. ഹാബേൽ തൻ്റെ സഹോദരൻ, അവൻ അനുഗ്രഹം കിട്ടി, അതിൽ സന്തോഷിക്കാൻ കഴിയണം. അതോടൊപ്പം എൻ്റേതെന്തുകൊണ്ട് തിരസ്കരിക്കപ്പെട്ടു, ഇത് മനസ്സിലാക്കാൻ തിരുത്തുവാൻ കഴിയുന്നതിന് പകരമായി കോപിക്കുകയാണ്, മുഖം വാടുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ മുഖം വാടിയിരിക്കുകയല്ലേ, ഒന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ആ വാകപ്പാടെ ബലം പിടിച്ച് നമ്മൾ ഇരിക്കുക. സഹോദരൻ അനുഗ്രഹം കിട്ടുമ്പോൾ സന്തോഷിക്കാൻ കഴിയണം. ഞാൻ മാത്രമാ കേമൻ എന്ന ചിന്തയില്ല. നമ്മൾ മുമ്പ് ഏലിയാവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഏലിയാവ് ഈ ചുരച്ചെടിയുടെ ചവിട്ടിക്കിടന്ന് മരിക്കാൻ തുടങ്ങുമ്പം ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താ കാര്യം? അപ്പോൾ ഏലിയാവ് പറയുന്നു, ബാലിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കാത്തവനായി ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഞാൻ മാത്രമേ ഇവിടെ കൊള്ളാവുന്നതിനുള്ളൂ. ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആത്മീയ തീഷ്ണതയുള്ളവൻ, നല്ലവൻ. ബാക്കിയെല്ലാം മോശമാണ്. പക്ഷേ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നീ മാത്രമല്ല, ബാലിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കാത്തവരായി വേറെ 7000 പേരെ ഞാൻ ഇവിടെ ശേഷിപ്പിച്ചിരിക്കുന്നു. വേറെ 7000 പേര് ഇവിടെ ഉണ്ട്. നീ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല, നീ മാത്രമൊന്നുമല്ല. ഈ ഏലിയാവിൻ്റെ മനോഭാവത്തിൽ നമ്മൾ നിൽക്കുക. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന, എല്ലാത്തിനും മുമ്പ് നിൽക്കുന്ന ഞങ്ങൾ മാത്രമേ കൊള്ളാവുന്നവരുള്ളൂ, ബാക്കിയെല്ലാം കുഴപ്പമാച്ചാ, ബാക്കിയുള്ളവരെല്ലാം കുഴപ്പക്കാരാ. ഇതാ നമ്മുടെ ചിന്ത. എന്നാൽ ഏലിയാവിനോട് പറയുക, ഏലിയാവേ, നീ മാത്രമല്ല, വേറെ 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന്. മറ്റുള്ളവനെ നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ശൗൽ രാജാവിൻ്റെ പരാജയത്തിൻ്റെയും തകർച്ചയുടെയും കാരണം അതായിരുന്നു എന്ന് നമുക്കറിയാം. അവിടുത്തെ സ്ത്രീകൾ ഒരു കുഴപ്പം കാണിച്ചു, ഒരു പാട്ടുപാടി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അവിടെ നാം വായിക്കുന്നത്, അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. ആ വാക്ക് തന്നെയാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ണുകടി. ഇതാണ് നമ്മുടെ സ്വഭാവം, കണ്ണുകടിയാ. മറ്റുള്ളവരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെയും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിൻ്റെയും സന്തോഷം നഷ്ടപ്പെടുകയാണ്. മുടിയൻ പുത്രൻ്റെ കഥയെന്ന് പറയുന്ന ആ കഥയിൽ ആ ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ ആ വീട്ടിൽ എന്തൊരു സന്തോഷമായിരുന്നു. ആദ്യം അപ്പൻ വേലക്കാരും എല്ലാം കൂടി ആഘോഷപൂർവ്വം നടത്തുകയാണ്. പക്ഷേ കടന്നു വന്നതായിട്ടുള്ള സഹോദരന്, മൂത്ത മകന് ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നില്ല. അവൻ അകത്തു പ്രവേശിക്കാതെ മുഖവും വീർപ്പിച്ചുകൊണ്ട് പുറത്തു നിൽക്കുകയാണ്. ആ ഭവനത്തിൻ്റെ മുഴുവൻ സന്തോഷം അവൻ നഷ്ടപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും മനോഭാവം മൂലം മറ്റുള്ളവരുടെ സന്തോഷം കൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവൻ്റെ സന്തോഷം കെടുത്തുന്നവരായി ഞാനും നിങ്ങളും തീർന്നിരിക്കുകയാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആദിമസഭയിൽ ഇതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ടാണല്ലോ കോരിന്തിയ സഭയിൽ പൗലോസിൻ്റെ പക്ഷക്കാരൻ, കേഫാവിൻ്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി വകതിരിവുകൾ ഉണ്ടായത് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റുള്ളവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മാതൃകകൾ വേദപുസ്തക ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എലിസബത്തും മറിയയും തമ്മിലുള്ള ബന്ധം, വെറും കൗമാരപ്രായക്കാരത്തിയായ പെൺകുട്ടിയാണ് മറിയ. ആ മറിയയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്കെവിടെ ഉണ്ടായി എന്ന് എലിസബത്ത് പറയുകയാണ്. സ്ഥാനത്തിലും പ്രായത്തിലും മറിയേക്കാൾ ഒത്തിരി മുതിർന്ന വ്യക്തിയാണ് എലിസബത്ത്. പക്ഷേ ആ കൊച്ചു പെൺകുട്ടിയെ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്ന് വിളിച്ച് ആദരിക്കാനുള്ള മനസ്സ് ആ വലിയ സ്ത്രീക്കുണ്ടായിരുന്നു. ആ ഒരു മനോഭാവം, ആ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസിൻ്റെ നാളുകളിലൊക്കെ എലിസബത്തിനെ കുറിച്ചും മറിയെക്കുറിച്ചും ഒക്കെ ധ്യാനിച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. മറ്റുള്ളവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാം. അന്ത്രയോസ്
യേശു കർത്താവിനെ ആദ്യം കണ്ടുമുട്ടിയത്, അവൻ മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞത് അന്ത്രയോസാണ്. ഈ അന്ത്രയോസാണ് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ഈ അന്ത്രയോസിനൊരിക്കലും ആ ഗ്രൂപ്പിൽ ഉന്നത സ്ഥാനം കിട്ടിയില്ല. അന്ത്രയോസിന് ഒരിക്കലും സ്റ്റേജിൽ സ്ഥാനമില്ലായിരുന്നു. അദ്ദേഹത്തിന് അഷറിങ് ആയിരുന്നു, ആ ക്രമപരിപാലനം. അതിനിടെ നടന്നപ്പോഴാണ് കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്ന പൊതിയൊക്കെ അവൻ കണ്ടത്. ഒരിക്കലും സ്റ്റേജ് കിട്ടിയില്ല, ഒരിക്കലും അംഗീകാരം കിട്ടിയില്ല. പക്ഷെ തൻ്റെ സഹോദരൻ്റെ വളർച്ചയിൽ സന്തോഷിക്കാൻ കഴിഞ്ഞ അന്ത്രയോസിനെ പോലെയുള്ളവരായി നാം തീരണം. അതുപോലാണ് ബർന്നബാസ്. പൗലോസിനെ ആരും സ്വീകരിക്കാതെ ഇരുന്നപ്പോൾ തേടിച്ചെന്ന് അവനെ കൈപിടിച്ച് നടത്തി കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ബർന്നബാസിനേക്കാൾ പ്രഗത്ഭനായി പൗലോസ്. സഭയുടെ ശില്പിയും പണിക്കാരനെന്ന് നാം വിശേഷിപ്പിക്കത്തക്ക അത്യുന്നതമായ പദവിയിലേക്ക് പൗലോസ് പ്രവേശിച്ചു. പക്ഷെ ബർന്നബാസിന് അതൊന്നും ഒരു പ്രശ്നമല്ല. താൻ വളർത്തിക്കൊണ്ടുവന്നവൻ ഉയരുന്നത് കണ്ടപ്പോൾ അവൻ സന്തോഷിക്കുക. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്, അനുഗ്രഹീതമായി തീരുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഞാനാണ് ഏറ്റവും പറ്റിയ ആൾ എന്ന്. ഞാൻ ഈ വൈദിക സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന വർഷം എന്നെ പ്രായോഗിക പരിശീലനത്തിനായി കൽക്കട്ടയിലേക്കാണ് നിയോഗിച്ചത്. മദർ തെരേസായുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ടാണ് എന്നെ അയച്ചത്. ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളവിടെ ചെന്നപ്പോൾ കാളിഘട്ടിലുള്ള ഡയിങ് ഡെസ്റ്റിറ്റ്യൂട്ട്, അതായത് ആസന്ന മരണരായിരിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് സമാധാനത്തോടെ മരിക്കുവാൻ അനുവദിക്കുന്നതായ ഒരു സ്ഥാപനം. അവിടെയാണ് ഞങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് വിട്ടത്. രാവിലെ ഞങ്ങളവിടെ ചെന്നപ്പോൾ പഴയ കാലത്ത് തറ വാർക്കാത്തതായ പശുത്തൊഴുത്ത് എങ്ങനെ കിടക്കുമോ അതുപോലെ മലമൂത്ര വിസർജനം നടത്തി കിടക്കുന്ന കുറേ ആളുകൾ, അവരുടെയൊക്കെ ശരീരം പൊട്ടി അളിഞ്ഞ് രക്തവും ചലവുമൊക്കെ വരുന്നതായ ആളുകളാണ്. അവിടെ ചെന്നാൽ ഇവരെ എടുക്കണം, കുളിപ്പിക്കണം, ഡ്രസ്സ് ധരിപ്പിക്കണം, ഭക്ഷണം വാരിക്കൊടുക്കണം, ഈ ജോലികളെല്ലാം ചെയ്യണം. ആകപ്പാട് ദുർഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷം. ഒരിക്കലും ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത എനിക്ക് അവിടെ ചെന്നപ്പം തൊട്ട് തലവേദന തുടങ്ങി. അവിടെ നിൽക്കാനോ ഇത് ചെയ്യാനോ പറ്റുന്നില്ല. ഒരു വിധത്തിലങ്ങ് നിന്നു. രാത്രിയിൽ ഞങ്ങൾ പുറത്തു ചാടിപ്പോയി. കൽക്കട്ട പള്ളിയിലെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇവിടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛൻ പറഞ്ഞിവിടെ കുഞ്ഞെ സെമിനാരിയിൽ നിന്ന് വിട്ടതാ, അവിടെ നിന്ന് ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ലെന്ന് പറഞ്ഞു. എനിക്ക് 1 മാസം അത് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ 1 മാസം അതവിടെ ചെയ്തു. എന്നാൽ അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന എല്ലാവരും വേറെ ജോലിക്കൊക്കെ പോയപ്പോൾ സുവിശേഷ വേലയ്ക്കിറങ്ങി തിരിച്ച് ഞാൻ ഏതാണ്ട് വലിയ കാര്യം ചെയ്തു എന്നുള്ള അഹങ്കാരത്തിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഒരു പറ്റം സഹോദരന്മാരെയും സഹോദരിമാരെയും ഞാനവിടെ കണ്ടു. ജീവിതകാലം മുഴുവൻ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ, അല്പം മാത്രം ഭക്ഷണം കഴിച്ച് എല്ലാ ദിവസവും ഈ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ, അവരെ ആരെയും ലോകമറിയുന്നില്ല. മദർ തെരേസായുടെ പേരിൽ മാത്രമാണ് അവരറിയപ്പെടുന്നത്. അവരെ ലോകമറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു മാസം ഇത് ചെയ്താൽ മതി. തിരികെ നാട്ടി വരുമ്പോൾ എനിക്ക് കുപ്പായം കിട്ടും, എവിടെ ചെന്നാലും മുഖ്യാസനം കിട്ടും. എല്ലാ ദിവസവും വെളുപ്പിന് 5 മണിക്ക് കുർബാനയുണ്ട്. ഞങ്ങളെ സഹോദരന്മാർ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ 3ാമത്തെ നിലയുടെ ടെറസിലാണ് കിടക്കുന്നത്. വെളുപ്പിനെ ഇവരെല്ലാം എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോകും. ഒരു ദിവസം ഞാൻ അവിടെ കിടന്നപ്പോൾ ഓർത്തു, ദൈവമേ, ഇവരുടെ ശുശ്രൂഷ എത്ര വലുതാ. ഞാൻ ഏതാണ്ട് വലിയ കാര്യം ചെയ്തെന്ന് വിചാരിച്ചാണല്ലോ ഞാൻ ഇതുവരെ ഇരുന്നത്. അവരുടേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ ശുശ്രൂഷ എത്ര ചെറുതാണ്. എല്ലാവരും പോയി കഴിഞ്ഞ് ആ സഹോദരന്മാർ തർക്കുന്ന ആ കെട്ടിടത്തിൻ്റെ 3ാമത്തെ നിലയുടെ ടെറസിൽ മുട്ടുകുത്തി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഒരിക്കൽ കൂടി സമർപ്പിച്ചു. മറ്റുള്ളവർ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ആന്ധ്രാപ്രദേശിൽ നമ്മുടെ ഒരു മിഷൻ ഫീൽഡിലെ ഒരു സംഭവം പറയട്ടെ. നമുക്ക് വളരെയധികം സാധ്യതയുള്ളൊരു പ്രദേശമാണ് ആന്ധ്ര. അവിടെ ഒരു പുതിയ ഗ്രാമത്തിൽ നമ്മൾ ഒരു മിഷൻ വർക്ക് ആരംഭിച്ചു. 5-6 മാസം കൊണ്ട് ധാരാളം വിശ്വാസികൾ നമുക്ക് ലഭിച്ചു. അപ്പോൾ അവിടുത്തെ മിഷണറി അച്ഛൻ ഒരിക്കൽ ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്നെ വിളിച്ചു. അച്ഛാ, ഇവിടെ കുറേ വിശ്വാസികളുണ്ട്, ഇവർക്ക് ആരാധിക്കാൻ സ്ഥലമില്ല.
ഇവർക്കൊരു പള്ളി വേണം, അച്ഛൻ സഹായിക്കണം. ഞാൻ സുവിശേഷ സംഘത്തിന് സാമ്പത്തിക പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛാ, സ്ഥലം വാങ്ങിച്ച് പള്ളി പണിയാനൊന്നും പണം തരാൻ ഇവിടെ ഇല്ല. ഒരു കാര്യം ചെയ്യും, അച്ഛൻ സ്ഥലമുണ്ടാക്കുക, പള്ളി പണിയാനുള്ള പണം ഞാൻ എവിടെയെങ്കിലും സംഘടിപ്പിച്ച് തരാം എന്ന് പറഞ്ഞു. ഉടനെയെങ്കിലും അതിനൊരു റെസ്പോൺസ് ഉണ്ടാവില്ല എന്ന ചിന്തയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, അച്ഛാ, സ്ഥലം റെഡിയാ, നമ്മുടെ ഒരു വിശ്വാസി സ്ഥലം തരാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാനൊരു കണ്ടീഷൻ പറഞ്ഞു, സുവിശേഷ സംഘത്തിൻ്റെ പേരിൽ സ്ഥലം എഴുതി തന്നെങ്കിൽ മാത്രമേ പറ്റൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും വിളിച്ചു, അച്ഛാ, അവർ റെഡിയാണ്, സുവിശേഷ സംഘം ജനറൽ സെക്രട്ടറിയുടെ പേരിൽ വേണം സ്ഥലം എഴുതി വാങ്ങിക്കാൻ. തീയതിയൊക്കെ നിശ്ചയിച്ച് ഞാനവിടെ ചെന്നു. അച്ഛൻ വന്നെന്നെ കൊണ്ടുപോയി. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, നാളെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ എനിക്ക് മടങ്ങണം, അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് പോയി ആ സ്ഥലം ഒന്ന് കാണാം എന്ന് പറഞ്ഞു. എന്നെയും കൂട്ടിക്കൊണ്ട് അച്ഛൻ മുമ്പോട്ട് പോയി. ഒരു ഗ്രാമത്തിൽ ചെന്നു. പുല്ലുമേഞ്ഞതായ ഒരു വീട്, തറ ചാണകം മെഴുകിയതാ. അവിടെ ചെന്നപ്പോൾ ഒരു പായിട്ട് തന്നു. ഞാനവിടെ ഇരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ധൃതി പറഞ്ഞു, അച്ഛാ, സന്ധ്യയാകുന്നു, നമുക്ക് സ്ഥലം കാണാൻ പോവാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ, ഇതാ സ്ഥലം. ഞാൻ ചോദിച്ചു, ഏത് സ്ഥലം? അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ സ്ഥലം. ചോദിച്ചപ്പോൾ 18 സെൻറ്റ് സ്ഥലമാണ് അയാൾക്കുള്ളത്. അതിൽ 8 സെൻറ്റ് സ്ഥലം പള്ളിക്ക് തരാൻ വേണ്ടി അയാൾ കയറ് കെട്ടി തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു കുഴൽക്കിണറവുണ്ട്, അതുപോലും പള്ളിക്ക് വേണ്ടി മാറ്റിയിരിക്കുന്ന സ്ഥലത്താണ്. അയാൾക്ക് 4 കുഞ്ഞുങ്ങൾ, കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ അയാൾ അടുത്തിരിക്കുന്ന നിപ്പുണ്ട്. കീറിപ്പറഞ്ഞ തുണി, പാറിപ്പറക്കുന്ന തലമുടിയുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് എഴുതിയിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇത് ശരിയാവില്ല, നമുക്കിത് വേണ്ട, നമുക്ക് വേറെ സ്ഥലം കണ്ടെത്താം. ഞാൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ മനുഷ്യനെൻ്റെ പുറകെ ഓടി വന്നു. അയ്യാ, ഞാൻ യേശുസ്വാമിയോട് വാക്കു പറഞ്ഞതാ, ഈ സ്ഥലം വാങ്ങിച്ചേ പറ്റൂ. അയാളുടെ നിർബന്ധത്തിന് വശംവദനായി ആ സ്ഥലം എഴുതി വാങ്ങിച്ചു. പിറ്റേ ദിവസം രജിസ്ട്രാർ എടുക്കൽ ഒപ്പിടാൻ ഞാൻ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എൻ്റെ കൈ വിറച്ചു, എൻ്റെ കണ്ണ് കലങ്ങി, എനിക്കൊപ്പിടാൻ വയ്യ. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ തെലുങ്കനായ രജിസ്ട്രാർ ചോദിച്ചു, ഫാദർ, വാട്ട് ഹാപ്പൻഡ് യു? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എനിക്കെന്ത് യോഗ്യതയാ ഈ സ്ഥലം എഴുതി വാങ്ങിക്കാൻ? പെട്ടെന്ന് ഞാൻ ഒപ്പിട്ടിട്ട് കണ്ണ് തുടച്ചുകൊണ്ട് മാറി നിന്നു. എൻ്റെ കൂടെ നിന്ന് ഉപദേശിയോട് ചോദിച്ചു, സാധാരണ സ്ഥലം വിൽക്കുമ്പോഴാണ് ആളുകൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടാകുന്നത്, വാങ്ങിക്കുന്ന നിങ്ങളുടെ അച്ഛൻ എന്തു പറ്റി? അന്നും ചില ദിവസങ്ങളിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, അത് വാങ്ങിക്കാൻ എനിക്കെന്താണ് യോഗ്യത? സുവിശേഷ സംഘത്തിൻ്റെ ഒരു മിഷൻ ഫീൽഡാണ് ആണ്ടിമഠം, തമിഴ്നാട്ടിലുള്ള ആണ്ടിമഠം. അവിടെ മിഷൻ വർക്ക് ആരംഭിച്ചത്, അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ ജോലി അന്വേഷിച്ച് റാന്നിയിൽ വന്നു. നമ്മുടെ ഒരു അച്ഛൻ്റെ വീട്ടിൽ അവൻ ശുശ്രൂഷയ്ക്കായി നിന്നു. അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും ആ പ്രത്യേക താല്പര്യം കൊണ്ട് അവൻ വിശ്വാസത്തിലേക്ക് വന്നു. വിശ്വാസത്തിലേക്ക് വന്ന ശേഷം അവൻ പറഞ്ഞു, എൻ്റെ ഗ്രാമത്തിലുള്ളവരോടും സുവിശേഷം അറിയിക്കണം. അതിനുവേണ്ടി ആണ്ടിമഠത്ത് അവൻ ഉണ്ടായിരുന്ന അല്പം സ്ഥലത്തിൻ്റെ ഒരു ഭാഗം പള്ളി പണിയാനായിട്ട് തന്നു. അവിടെ പള്ളി വെച്ചു. കുറേ നാളുകൾ കുറേ വിശ്വാസികളൊക്കെ അവിടെ ഉണ്ടായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ പള്ളി ജീർണിച്ചു. പുതിയ പള്ളി പണിയേണ്ടി വന്നു. ആ പുതിയ പള്ളി പണിത് കഴിഞ്ഞപ്പോൾ അതിന് കൂദാശ ചെയ്യുന്നതിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാനും അവിടെ പോയി. തലേ ദിവസം വൈകിട്ട് പള്ളിയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ആ പള്ളിയുടെ പണിയുടെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഈ സെൽവനേഷൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, പള്ളി പണിതത് നല്ലത്, പക്ഷേ ഇവിടെ ഒരു മിഷൻ വീടുകളുണ്ടാവണം. ഉപദേശി ഇപ്പം വാടക വീട്ടിലാണ് താമസിക്കുന്നത്, നമുക്കൊരു മിഷൻ വീട് വേണം അച്ഛാ. ഞാൻ പറഞ്ഞു, പള്ളി വെച്ചപ്പോഴേ നമ്മുടെ സ്ഥലം തീർന്നു, ഇനി അല്പം കൂടെ സ്ഥലം ഉണ്ടെങ്കിലേ നമുക്ക് മിഷൻ വീട് വെക്കാൻ പണി. അത് പറഞ്ഞപ്പോൾ ഈ പള്ളിയുടെയും അദ്ദേഹത്തിൻ്റെയും സ്ഥലം ഈ കപ്പത്തണ്ട് കൊണ്ടൊക്കെ നാട്ടി ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലി അദ്ദേഹത്തിന് ഇങ്ങനെ പൊക്കി ഇങ്ങനെ എടുത്തിട്ട് അപ്പുറത്തോട്ടിട്ടിട്ട് പറഞ്ഞു, അച്ഛാ, വേണ്ടിയിടത്തോളം സ്ഥലം എടുക്കച്ചാ, ഇവിടെ ഒരു മിഷൻ വീട് പണിയച്ച. അത് പറയുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കീമോതെറാപ്പി കഴിഞ്ഞ് ക്ഷീണിതയായി കഴിയുകയാണ്. അതുമാത്രമല്ല,
അദ്ദേഹത്തിന് 3 ആൺമക്കളാണുള്ളത്. ആ 3 ആൺമക്കളും മാർത്തോമാ സഭയിലെ സുവിശേഷകരാ. 2 പേര് സുവിശേഷ സംഘത്തിലും ഒരാൾ ഭദ്രാസനത്തിലും പ്രവർത്തിക്കുന്നു. ഇവരുടെയൊക്കെ മുമ്പിൽ നമ്മളെത്ര ചെറുതാണ്. ഒരു വർഷം 500 രൂപ പലിശ കിട്ടത്തക്കവണ്ണം ഒരു എൻഡോമെൻ്റ് ഇട്ടിട്ട് എല്ലാ വർഷവും വാർഷിക റിപ്പോർട്ട് വരുമ്പം തുറന്നു നോക്കി എൻ്റെ പേരുണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തി ആത്മസംതൃപ്തി നേടുന്ന എനിക്കും നിങ്ങൾക്കും ഈ മനുഷ്യരുടെ വലിപ്പം കാണാൻ കഴിയുന്നില്ല. അതാണ്, ഇതുപോലെയുള്ള ആളുകൾ ഈ സഭയിലുണ്ട്, ഈ ദേശത്തുണ്ട്. ഇത് തിരിച്ചറിയാൻ, അവരെ മാനിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണാൻ നമുക്ക് കഴിയണം. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നത്ര എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. അവർക്ക് മറ്റു വിശ്വാസികളെ അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് കഴിയുമോ? ഒരു വിശ്വാസിക്ക് വേറൊരു വിശ്വാസം അംഗീകരിക്കുവാൻ കഴിയുമോ? ഒരച്ഛന് വേറൊരച്ഛനെ അംഗീകരിക്കാൻ കഴിയുമോ? ഇല്ല. നമ്മളാരും പരസ്പരം അംഗീകരിക്കുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ശക്തിയില്ലാത്തതിന് കിടന്ന് വെപ്രാളം പിടിച്ചിട്ടും അങ്ങേ കൂട്ടായ്മയിലും ഇങ്ങേ കൂട്ടായ്മയിലും പോയിട്ടും കാര്യമില്ല. ഒന്നിച്ചു നിൽക്കുവാൻ, ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ, പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയണം. അത്തരത്തിലുള്ള ദൈവജനമായി ഞാനും നിങ്ങളും രൂപപ്പെടണം എന്നത്രേ ആഗ്രഹിക്കുന്നത്. അവസാനമായിട്ട് 51 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അവൻ്റെ ആരോഹണത്തിലുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യാൻ മനസ്സുറപ്പിച്ചു. തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂടുന്ന ശമരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവർ യെരൂശലേമിലേക്ക് പോകാൻ ഭാവിച്ചിരിക്കാൻ അവർ അവനെ കൈക്കൊണ്ടില്ല. അതവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് തീയങ്ങി അവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിനെ അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. അതായത് നമ്മെ സ്വീകരിക്കാത്തവരെ നശിപ്പിക്കുന്ന മനോഭാവം. അതായത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇന്ന് രാത്രി നമുക്ക് പാർക്കുന്നതിനൊരു സ്ഥലം ക്രമീകരിക്കണം. അവർ ശമര്യരുടെ ഗ്രാമത്തിൽ ചെന്നത് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങളും യെരൂശലേമിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുക. ഞങ്ങളെവിടെ കാത്തിരുന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവരെ ദേഷ്യപ്പെടുക, സാഹചര്യം മനസ്സിലാക്കാതെ ദേഷ്യപ്പെടുക. ചില ആളുകളോട് നമ്മൾ പ്രതിഷേധിക്കുന്നതൊക്കെ അവരുടെ സാഹചര്യം മനസ്സിലാക്കാതെ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു, അപ്പുറത്തെ ആൾ വന്നില്ല. അപ്പം നമ്മളൊരു തീരുമാനം എടുക്കും, എൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെച്ചപ്പം അവരാരും വന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനിയും അവൻ്റെ വീട്ടിലോട്ട് പോകുന്നതേ ഇല്ല. എന്തുകൊണ്ടവൻ വന്നില്ല? അവൻ്റെ സാഹചര്യം എന്താണ്? ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് നാം തയ്യാറല്ല. നമുക്കിഷ്ടമില്ലാത്തവരെയും നമ്മെ അംഗീകരിക്കാത്തവരെയും നമ്മുടെ ഇഷ്ടത്തോട് ചേരാത്തവരെയും നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനവർ കൂട്ടുപിടിച്ചു. എന്താ? ഏലിയാവ് ചെയ്തതുപോലെ. നമുക്കൊരു ഗുണമുണ്ട്, ഏതിനും പറ്റിയ വാക്യങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ട്. ഏലിയാവിനെ കൂട്ടുപിടിച്ചു. അത് 2 രാജാക്കന്മാർ 1-ാം അധ്യായത്തിലാണ് പറയുന്നത്. അഹസ്യ രാജാവ് മാളിക മുറിയുടെ കിളിവാതിൽ താഴെ വീണ് അവന് രോഗം പിടിപെട്ടു. അവന് സൗഖ്യം കിട്ടുമോ എന്നറിയാൻ എക്രോനിലെ ദേവൻ്റെ അടുത്തേക്ക് ആളയച്ചു. ഇത് കണ്ടതായ ഏലിയാവ് പറഞ്ഞു, അവൻ കയറിക്കിടക്കുന്നു, എഴുന്നേൽക്കുകയില്ല. ആ സമയത്താണ് ഏലിയാവിനെ പിടിക്കാനായിട്ട് ആളിനെ വിടുന്നത്. പക്ഷെങ്കിൽ അവർ നശിപ്പിക്കുന്നതായ രംഗം, അത് കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവരിത് പറയുന്നത്. അതായത് മറ്റുള്ളവനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, നമ്മെ ന്യായീകരിക്കാൻ മറ്റുള്ളവരെ കൂട്ടുപിടിക്കുക. അതായത് ഇവർ പറയാ, ഞങ്ങൾ സ്വർഗത്തിൽ തീ ഇറങ്ങിയവരെ നശിപ്പിക്കട്ടെ എന്ന്. അങ്ങനെ നശിപ്പിക്കാൻ പറഞ്ഞാൽ വല്ലോ ചെയ്യാനുള്ള കഴിവുണ്ടോ? നമ്മളിങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നാൽ നീ അങ്ങ് തീ ഇറക്കാൻ പറഞ്ഞാൽ ഇറക്കാൻ പറ്റുമോ? ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് ഭാവിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ. മറ്റുള്ളവർ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മാവ് ദൈവികമല്ല, പൈശാചികമാണ്. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? ഈ ചോദ്യം വളരെ വ്യക്തമാണ്. യോന കുടിലും കെട്ടിയിരിക്കുക. എന്തിനാ? നിനവയ്ക്ക് തീ പിടിക്കുന്നത് കാണാൻ.
അവിടെയുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളുമൊക്കെ പിടഞ്ഞു മരിക്കുന്നത് കാണാൻ ആവേശത്തോടെ നോക്കിയിരിക്കുന്ന യോന, ആ യോനയെപ്പോലെ ഇരിക്കുക നമ്മളും. മറ്റുള്ളവൻ നശിക്കുന്നത് കാണാനായിട്ട് ഇതെത്രമാത്രം ഹീനമായിട്ടുള്ളൊരു അനുഭവമാണ് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. എന്നാൽ മറ്റുള്ളവരെ ഇതുപോലെ നശിപ്പിച്ച ഒത്തിരി സംഭവങ്ങൾ സഭാചരിത്രങ്ങളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. 1415 ജോൺ ഹസ് എന്ന് പറയുന്നതായ നവീകരണ നേതാവിനെ ഇരയാക്കുകയായിരുന്നു. അതുപോലെ തന്നെ ജോൺ വിക്ലിഫ് എന്ന് പറയുന്നതായ ഒരു നവീകരണ നേതാവ്, അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിൻ്റെ അസ്ഥികൾ മാന്തിയെടുത്ത് ദഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ആ സഭയിൽ തന്നെ 1981 റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ മുഹമ്മദ് അലി അക്ക എന്ന് പറയുന്നതായ മനുഷ്യൻ വെടിവെച്ച ചരിത്രം നമുക്കറിയാം. മാർപ്പാപ്പ തിരുമേനിക്ക് പരിക്കേറ്റു, അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി. ഈ മനുഷ്യനെ പിടിച്ചു ആശുപത്രി വിട്ടിറങ്ങിയതായ മാർപ്പാപ്പ തിരുമേനി നേരെ പോയത് ഈ മുഹമ്മദ് അലിയെ കാണാനായിട്ട്. 21 മിനിറ്റ് മാർപ്പാപ്പായും അവനും കൂടെ സംസാരിച്ചു. ഇറങ്ങിപ്പോരാൻ തുടങ്ങുന്ന സമയത്ത് തൻ്റെ കരം നീട്ടി മാർപ്പാപ്പായുടെ കരത്തിൽ പിടിച്ച് ആ കരങ്ങളിൽ അദ്ദേഹം ചുംബിച്ചു. ഇതാണ് മാതൃക, ഇതാണ് നാം ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതായ. കർത്താവ് ചോദിക്കുക, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് അത് ദൈവികമല്ല, പൈശാചികമാണ്. ആ ഒരു മനോഭാവം പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലില്ലേ എന്ന് നാം ഒന്ന് പരിശോധിച്ചാട്ടെ. നമുക്കറിയാം 1999 ജനുവരി മാസം 22 ഒറീസയിൽ കത്തിച്ചമ്പലാണ് ഗ്രഹാം സ്റ്റെയിൻസും ഫിലിപ്പും തീമത്തിയും. അവരുടെ അമ്മ ഗ്ലാഡീസ് അന്ന് ലോകത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊന്നവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കർത്താവും അവരോട് ക്ഷമിക്കട്ടെ. ഈ ലോകത്തെ പിടിച്ചു കുലുക്കിയ വാക്കുകളായിരുന്നു അത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഗ്ലാഡീസും അവരുടെ മകളായ എസ്തേറും ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിപ്പോയ വാർത്ത ഭാരതത്തിലുള്ള എല്ലാ പത്രങ്ങളും പ്രസിദ്ധീകരിച്ചു. മാതൃഭൂമി പത്രം അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഈ ഒരു ഫോട്ടോ, ഗ്ലാഡീസും എസ്തേറും നിൽക്കുന്നൊരു ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ അടിയിൽ അവരൊരു കുറിപ്പെഴുതി, ഗ്ലാഡീസും എസ്തേറും ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിപ്പോകുന്നു എങ്കിലും അവർ ഭാരതത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് എല്ലാ ഭാരതീയൻ്റെയും ആഗ്രഹവും പ്രാർത്ഥനയുമെന്ന്. മാതൃഭൂമി പോലൊരു പത്രം ഇതുപോലെ എഴുതണമെങ്കിൽ ഇവിടുത്തെ മനസാക്ഷി എത്രമാത്രം ആ സ്ത്രീ സ്വാധീനിച്ചു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 1995 ഫെബ്രുവരി മാസം 26 ഇൻഡോറിനടുത്തുള്ള ഉദയനഗറിൽ വെച്ച് ഒരു തീവ്രവാദിയുടെ കുത്തേറ്റു മരിച്ചതായ റാണി മരിയ എന്ന് പറയുന്ന സിസ്റ്ററെ നമുക്കറിയാം. അടുത്ത സമയത്ത് അവരെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. അവനെ കൊന്നതായ സൗന്ദര്യദർ സിംഗിനെ അവിടുത്തെ കാരാഗ്രഹത്തിലിട്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ റാണി മരിയ സിസ്റ്ററിൻ്റെ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ പേര് സെൽമിയ എന്നാണ്. അവരും കത്തോലിക്ക സിസ്റ്ററാണ്. ഒരു ദിവസം അവർ ഇവിടെ നിന്നും മധ്യപ്രദേശിൽ ഇവനെ ഇട്ടിരിക്കുന്ന ജയിലിൽ ചെന്നു. ഇവനെ കണ്ടിട്ട് പരിചയപ്പെടുത്തി, താങ്കൾ കുത്തിക്കൊന്ന റാണി മരിയയുടെ സഹോദരിയാണ് സെൽമിയ ഞാൻ. അവനോട് സംസാരിച്ചു, ഞങ്ങൾ നിന്നോടൊരു വിരോധവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ സഹോദരിയുടെ ചുടുരക്തം പുരണ്ടതായ ആ കരങ്ങൾ കുട്ടിപ്പിടിച്ച് ചുംബിച്ച ശേഷം, അന്നൊരു രാഖി ബന്ധൻ ദിവസമാണ്, സഹോദരന്മാരുടെ കരങ്ങളിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ദിവസം, സെൽമിയ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചരടെടുത്ത് അവൻ്റെ കരങ്ങളിൽ കെട്ടിക്കൊടുത്തിട്ട് മടങ്ങിപ്പോന്നു. അതിനുശേഷം സെൽമിയായും അവരുടെ അമ്മയും കൂടി ചേർന്ന് മധ്യപ്രദേശ് ഗവർണർക്ക് കത്തയച്ചു, അവനെ ഇളവ് കൊടുക്കണം. ഏതായാലും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൻ ഇളവ് കൊടുത്തു. അവൻ അവിടുന്ന് നേരെ അന്വേഷിച്ചു, റാണി മരിയ സിസ്റ്ററുടെ വീട് എവിടെയാ? പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴി. അവൾ അവിടേക്ക് യാത്ര തിരിച്ചു. അവൻ അന്വേഷിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ റാണി മരിയയുടെയും സെൽമിയായുടെയും അമ്മ ഏലിശമ്മ, 79 വയസ്സുള്ള അമ്മച്ചി മാത്രമേ അവിടെ ഉള്ളൂ. ഇവന് ഹിന്ദി അറിയുള്ളൂ.
അമ്മച്ചി അടുത്തുണ്ടായിരുന്നൊരു പട്ടാളക്കാരനെ വിളിച്ചു വരുത്തി. അയാൾ സംസാരിച്ചിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇതാരാന്നറിയാമോ? നമ്മുടെ സിസ്റ്ററെ കൊന്ന മനുഷ്യനാണ്. താൻ നൊന്തു പ്രസവിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയച്ച തൻ്റെ മകളെ 32 കുത്തുകുത്തി കൊന്നതായ ആ മനുഷ്യനെ കണ്ടപ്പോൾ എലിശാമ്മ എന്ന് പറയുന്ന അമ്മ എഴുന്നേറ്റ് മുമ്പോട്ട് നടന്നു ചെന്ന് 2 കൈയും അവൻ്റെ തലയിൽ വെച്ച് അവനെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ക്രിസ്ത്യാനികൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ധൈര്യമായി ഇവിടെ നിൽക്കുന്നത്, ഈ കൺവെൻഷൻ നടത്തുന്നത് തിരിച്ചറിയാൻ കഴിയണം. ഇതുപോലെയുള്ള മനോഭാവത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഉള്ള എന്തെങ്കിലും ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനോടൊക്കെ ഒന്ന് യാത്ര പറയാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, കരുതുവാൻ നമുക്ക് കഴിയണം. കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? ദൈവത്തിൻ്റെ ആത്മാവ് സ്നേഹിക്കുന്നതാണ്, കരുതുന്നതാണ്. ആ ആത്മാവാണോ നമുക്കുള്ളത് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ശക്തിയുണ്ടെന്നാണ് ലോകം ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് ശക്തിയുണ്ടോ? എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് ശക്തിയില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. കാരണം ലോകം പ്രതീക്ഷിക്കുന്നത് നമുക്ക് ശക്തിയുണ്ടെന്ന. ഈ രാത്രി യാത്ര ചെയ്ത് ഈ ഭദ്രാസന കൺവെൻഷന് വന്നിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ശക്തിയുണ്ടെന്നാണ് ലോകം ചിന്തിക്കുന്നത്. നമുക്ക് ശക്തിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വഴിതെറ്റും. ഞാൻ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു രാത്രി കൂട്ടായ്മ യോഗം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. നേരെ 9:30 ഞാൻ നടന്നാണ് വരുന്നത്. ഞാൻ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ പാഴ്സലിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരൻ അവിടെ നിൽപ്പുണ്ട്. അയാൾ ബസ്സിൽ വന്നിറങ്ങിയതാണ്. നല്ല ഇരുട്ടുള്ള രാത്രിയാണ്, ഇടയിൽ വെട്ടമില്ല. അയാൾ അത് പറഞ്ഞു, അച്ഛൻ്റെ വെട്ടമുണ്ടല്ലോ, ഞാനും അച്ഛൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വരികയാണ്. പഴയ കാലത്ത് ഈ വെളിയിൽ നിന്ന് വരുന്നവരൊക്കെ കൊണ്ടുതരുന്നൊരു സൈസ് ടോർച്ചുണ്ട്, കുത്തി വെച്ച് ചാർജ് ചെയ്യുന്നതായ ടോർച്ച്. അതിനൊരു കുഴപ്പമുണ്ട്, അത് പെട്ടെന്ന് അങ്ങ് നിന്നു പോകും. ഞങ്ങൾ മുമ്പോട്ടിങ്ങനെ കൂടെ നടന്നു പോവുകയാണ്. നടന്ന് കുറച്ചങ്ങോട്ട് ചെന്നപ്പം എൻ്റെ ലൈറ്റ് അങ്ങ് കെട്ടുപോയി. ഞാൻ തിരിക്കുന്നു, ഇടിക്കുന്നു, തട്ടുന്നു, അത് ശരിയാകുന്നില്ല. ഇങ്ങനെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തമാശയായിട്ടാണെങ്കിലും ഈ ഹൈന്ദവ സഹോദരൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അച്ഛന് വെളിച്ചമുണ്ടെന്നും കണ്ടാ ഞാൻ അച്ഛൻ്റെ കൂടെ വന്നത്, ഞാനും ഇരുട്ടിലായല്ലോ എന്ന്. അതന്നേരം ചിരിച്ചു തള്ളിയെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം രാത്രി കിടന്നപ്പം ഞാൻ ഓർത്തു, എൻ്റെ ഇടവകയിലുള്ള 320 വീട്ടിലെയും ആളുകൾ വിചാരിക്കുന്നത് അവരുടെ വികാരി അച്ഛന് വെളിച്ചമുണ്ടെന്നാ. എനിക്ക് വെളിച്ചമില്ലെങ്കിൽ എൻ്റെ ഇടവകയിലുള്ള പ്രിയപ്പെട്ടവർ ഇരുട്ടിലാകും. ആ ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല പട്ടക്കാരനായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയൂ. മറ്റുള്ളവരെ ഇരുട്ടിലാക്കരുത്. നമുക്ക് വെളിച്ചമുണ്ടെന്നാ മറ്റുള്ളവരുടെ ചിന്ത. മറ്റുള്ളവരെ കൂടെ ഇരുട്ടിലാക്കരുത്. ഇംഗ്ലണ്ടിൻ്റെ തീരത്ത് മനോഹരമായ ഒരു ക്രൈസ്തവ ദേവാലയം ഉണ്ടായിരുന്നു. അത് ഒരിക്കൽ അവിടെ ഒടിച്ച ഭയങ്കരമായ കൊടുങ്കാറ്റടിച്ചു. ആ കൊടുങ്കാറ്റിൽ അവിടെയുള്ള പലതും തകർന്നുപോയി. ഈ പള്ളി പൂർണ്ണമായും തകർന്നു. ആ പള്ളിയിൽ പണ്ട് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ അംഗസംഖ്യ കുറവാണ്. അവർക്ക് പഴയതുപോലൊരു പള്ളി പണിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവരുടെ കമ്മിറ്റി കൂടി തൽക്കാലം പള്ളി പണിയണ്ട, വേറെ എവിടെയെങ്കിലും ആരാധന നടത്താം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ബ്രിട്ടീഷ് റോയൽ നേവിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വികാരിയച്ഛനെ തിരക്കി വന്നിട്ട് അച്ഛനോട് ചോദിച്ചു, നിങ്ങളുടെ പള്ളി തകർന്നിട്ട് കുറച്ച് ദിവസമായല്ലോ, എന്തേ നിങ്ങളത് പണിയാത്തത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് സാമ്പത്തികമായ ചില പരിമിതികളുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഈ പള്ളി പണിയുന്നില്ല. അപ്പോൾ ബ്രിട്ടീഷ് റോയൽ നേവിയിലെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾ പള്ളി പണിയുന്നില്ലെങ്കിൽ ബ്രിട്ടീഷ് നേവി ഇത് പണിയാനായിട്ട് പോകുക. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അതിനകത്ത് കാര്യം? നിങ്ങൾ എന്തിനിത് പണിയണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കടലിലൂടെ വരുന്ന കപ്പലുകൾക്ക് ഞങ്ങളൊരു ചാർട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പള്ളിയുടെ അപ്പുറത്തായിട്ട് ഒരു കൊച്ചു തുറമുഖമുണ്ട്. അവിടെ കപ്പലുകൾ അടുക്കാൻ വരുമ്പോൾ ചാർട്ടിൽ ഞങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്
ഈ മനോഹരമായ പള്ളിയും അതിൻ്റെ മുഖാരത്തിൽ ഉയർന്നു നിൽക്കുന്ന കുരിശുമാണ്. അതുവഴി കരുന്ന കപ്പലുകൾ ഈ തുറമുഖത്തടുക്കുവാൻ നോക്കുമ്പോൾ ഈ പള്ളി നോക്കും, ഈ കുരിശ് നോക്കും. അത് കണ്ടില്ലെങ്കിൽ അവർക്ക് വഴി തെറ്റിപ്പോകും. പ്രിയരെ, നമ്മളെ നോക്കുന്ന ഒരുപറ്റം യുവജന യുവാക്കന്മാർ നമ്മുടെ ദേശത്തുണ്ട്. അവർ നമ്മളെ നോക്കിക്കൊണ്ട് വഴിതെറ്റിപ്പോകാനിടയായി തീരരുത്. തകർന്നു പോയതാണെങ്കിൽ നമുക്കൊന്ന് പുനഃസൃഷ്ടി നടത്താനായിട്ട് ശ്രമിക്കാം. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായ കാര്യം എന്നത്രേ എനിക്ക് പറയാനായിട്ടുള്ളത്. നാം തകർന്നാൽ നമുക്ക് മാത്രമല്ല, നമ്മെ നോക്കിക്കൊണ്ടുവരും നമ്മുടെ അനന്തര തലമുറയ്ക്കും വഴിതെറ്റും. അവർ ഇരുട്ടിലാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് ശക്തിയുള്ളവരായി നമുക്ക് തീരാനായിട്ട് സാധിക്കണം. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നമുക്ക് ശക്തിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ശക്തി ഉണ്ടാവും. ഈ ചുഴി രോഗം ബാധിച്ച കുട്ടിയെ സൗഖ്യമാക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ടതായ അതേ ശിഷ്യന്മാർ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ വെച്ച് മുടന്തനായ മനുഷ്യന് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അവർക്ക് ശക്തി ലഭിച്ചു. അവൻ എഴുന്നേറ്റു. അവരുടെ കാലും നരിയാണിയും ഉറച്ചു. ഒരിക്കൽ ശക്തിയില്ലാത്തവർ ശക്തിയുള്ളവരായി തീർന്നു. പത്രോസ് അവരുടെ നേതാവായിരുന്നു. ആ പത്രോസ് ശ്രമിച്ചിട്ട് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ പത്രോസിനെ കുറിച്ച് പിന്നെ വേദപുസ്തകത്തിൽ പറയുന്നൊരു വാചകമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന് നിഴലെങ്കിലും അവരുടെ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടത്തും. അവരെല്ലാം സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പണ്ട് പത്രോസ് ശ്രമിച്ചതാ, പത്രോസിന് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് പത്രോസിൻ്റെ നിഴല് വീഴുന്നവർ സൗഖ്യം പ്രാപിക്കുക. അവരുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസമുണ്ടായി. അവരുടെ മനോഭാവത്തിൽ വലിയ വ്യത്യാസമുണ്ടായി. പഴയ ശിഷ്യന്മാർ തന്നെ ഇന്നവർ ശക്തിയില്ലാത്തവരായി തീർന്നു, ശക്തിയുള്ളവരായി തീർന്നു. അവരെക്കുറിച്ച് പറഞ്ഞാൽ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി തീർന്നു. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസനത്തിലെ ഓരോ പ്രവർത്തകരും ശക്തിയുള്ളവരായി തീരണം. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മെക്കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ ദേശത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആരാ വലിയവനെന്നുള്ള തർക്കവുമായിരുന്നു കഴിഞ്ഞാൽ നാം ശക്തിയില്ലാത്തവരായി ഇവിടെ നിലത്ത് കിടന്നെഴുകയുള്ളൂ. ഒരിക്കലും നമുക്ക് വളരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഈഗോ എന്നൊക്കെ മാറ്റിവെക്കാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണാൻ കഴിയണം. മറ്റുള്ളവരെ നശിപ്പിക്കുന്ന മനോഭാവം നമ്മുടെ മനസ്സ് മാറ്റണം. ദൈവത്തിൻ്റെ മക്കളായി നാം തീരണം. ശിഷ്യന്മാർക്ക് വലിയ വ്യത്യാസം വന്നു. അവർ ഉറച്ച വിശ്വാസമുള്ളവരായി തീർന്നു. അവർ ഒരുമനപ്പെട്ടു പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ നേതൃത്വ പ്രശ്നം അവരുടെ ഇടയിൽ ഉണ്ടായില്ല. അവർ ശത്രുക്കളെ പോലും സ്നേഹിച്ചു. കല്ലെറിയുന്നവർക്ക് വേണ്ടി പോലും അവർ പ്രാർത്ഥിച്ചു. അവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ശക്തിയുള്ളവരായി തീർന്നു. പ്രിയരെ, നാം വന്നതുപോലെയല്ല, ശക്തിയുള്ളവരായി മടങ്ങിപ്പോകണം. നമ്മൾ ലോകത്തിന് മുമ്പിൽ നിന്നാപാത്രമായി തലകുരിച്ച് നിൽക്കേണ്ടുന്നവരല്ല, ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയണം. പത്രോസിനും കൂട്ടർക്കും ഒരിക്കൽ കഴിയാതെ പോയത് ഇന്നവരെ കൊണ്ട് സാധിക്കുകയാണ്. നമ്മളെ കൊണ്ട് സാധിക്കണം. നമുക്ക് ശക്തി വീണ്ടെടുക്കാം. ശക്തിയുള്ളവരായി നമുക്ക് തീരാം. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നാം ശക്തിയുള്ളവരാണോ? എവിടെ നമ്മുടെ ശക്തിക്ഷയം? ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ കുറുക്കു വഴികൾ നോക്കിയിട്ടോ കാര്യമില്ല. നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. വിശ്വാസത്തിൽ നമുക്ക് കുറയ്ക്കാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന അറിയുന്നു, അവനെൻ്റെ ഉപനിധി അവസാനം വരെയും സൂക്ഷിപ്പാൻ ശക്തൻ. അങ്ങനെ ശക്തനായ ഒരു ദൈവത്തിൻ്റെ പിന്നിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ കഴിയണം. ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ആരാ വലിയവനെന്നുള്ള തർക്കം നമ്മുടെ ഇവിടെ നീരസം മാറണം. മറ്റുള്ളവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ശക്തിയില്ലാത്തവരായ നമുക്ക് ശക്തിയുള്ളവരായി തീരാം. അതിനെന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമോ ആ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.